കലാസാഹിത്യവേദിയുടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നടത്തുന്ന ഒരു സ്കൂളാണ് നമ്മുടേത്. സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലുമൊക്കെ വിവിധങ്ങളായ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് നമ്മുടെ കുട്ടികൾ സംസ്ഥാന തലത്തിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പം അതിന് നല്ല ഒരു പ്രയത്നവും കഠിനാധ്വാനവും അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. കൃത്യമായ കഴിവുകൾ കണ്ടറിഞ്ഞ് അവരെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടുന്ന എല്ലാവിധ പ്രവർത്തനവും നമ്മുടെ സ്കൂളിൻ്റെ പഠന പ്രവർത്തനത്തോടൊപ്പം തന്നെ ചേർന്ന് നടത്തി വരികയാണ്. ഇന്ന് ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് തന്നെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം, ഈ വർഷത്തെ ഉദ്ഘാടനവും നടക്കുകയാണ്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തെയും ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. ആധുനിക സമൂഹത്തിൽ പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഒട്ടേറെ കാര്യങ്ങളിൽ മനുഷ്യൻ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറെ പ്രാധാന്യമുള്ളതാണ് വായനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. വായനാശീലം ഇന്ന് പൊതുവെ നമുക്ക് കുറവാണ്. എൻ്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. രസകരമായ ഒട്ടേറെ കാർട്ടൂണുകൾ മിക്കവാറും സോഷ്യൽ മീഡിയ പ്രചരിക്കാറുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച ആധുനിക ലോകത്ത് മനുഷ്യർ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീടിന്റെ പ്രമുഖത്ത് കഴിഞ്ഞ കാലങ്ങളിൽ TV-യാണ് പ്രധാന താരമായിരുന്നെങ്കിൽ അതിനു മുന്നേ പത്രങ്ങളായിരുന്നു. എൻ്റെ പേര് അദ്വൈത എന്നാണ്. ഞാനിപ്പോൾ ഈ ബോയ്സ് ഹൈസ്കൂളിൽ 8B പഠിക്കുന്നത്. ഇത് ഖസാക്കിലെ ഇതിഹാസം എന്ന് പറയുന്ന ഒരു നോവലിൽ നിന്ന് ഞാൻ വരച്ച പടങ്ങളാണ്. ഒരാഴ്ചയാണിത് മൊത്തം വരച്ചെടുത്തത്. ഇത് നമ്മളുടെ വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഖസാക്കിലേക്ക് വരുന്നതാണ്, ഏക വിദ്യാലയത്തിലാണെങ്കിൽ പഠിപ്പിക്കാൻ വരുന്നതാണ്. അപ്പം ഇത് ഓരോ കഥയിലെ പ്രധാന ഭാഗങ്ങൾ വെച്ച് വരച്ചതാണ്. എന്നുവെച്ചാൽ ഒരു ഭാഗത്തിൽ നിന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ വരച്ച പടങ്ങളാണിത്. പള്ളിയിൽ ആമിനയുടെ തലയാണെങ്കിൽ അങ്ങനെ തടവുന്നതാണ്. പിന്നെ ഇത് ഇരുട്ടുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ പെൻസിൽ ഷെയ്ഡിങ് ആണ് ചെയ്തത്. പിന്നെ അവസാനം ഈ പാമ്പ് കടിക്കുന്നത് മാത്രമേ ഉള്ളൂ മഴയ്ക്ക് വേണ്ടിയിട്ടൊരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പെൻസിൽ ഷെയ്ഡിങ് ചെയ്തതാണ്.